ഹായ് നമസ്കാരം, എല്ലാവർക്കും അനൂസ് ഫുഡ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഓണം സ്പെഷ്യലായിട്ട് ഒരു പുളിയിഞ്ചിയുടെ റെസിപ്പിയാണ് കേട്ടോ നോക്കാനായിട്ട് പോകുന്നത്. വളരെ വേഗത്തിൽ വളരെ രുചികരമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടേക്കണേ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ വേഗത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന പുളിയിഞ്ചി അല്ലെങ്കിൽ ഇഞ്ചമ്പുളി തയ്യാറാക്കിയെടുക്കാനായിട്ട് ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് പരിചയപ്പെടുത്താം. ഞാനിവിടെ വലിയ സൈസിലുള്ള ഒരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 150 ഗ്രാമോളം ഉണ്ടാവും ഈ ഒരു ഇഞ്ചി. പിന്നെ ഒരു 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു ചെറിയ കൂടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ശർക്കരയാണ്. ഞാനിവിടെ 2 അച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. കറുത്ത ശർക്കര എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. അതിൻ്റെ കളർ നന്നായിട്ട് തന്നെ കിട്ടും. പുളിയിഞ്ചിയുടെ കളർ നല്ല ഡാർക്കായിട്ട് നമുക്ക് കിട്ടും. ഇനി നമുക്ക് വേണ്ടത് ഒരു വലിയ ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള പുളിയാണ്. അത് 1 കപ്പ് ചെറിയ ചൂട് വെള്ളത്തിൽ ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ബാക്കിയൊക്കെ നമുക്ക് പിന്നീട് നമ്മൾ കറി തയ്യാറാക്കുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കണം. എത്രത്തോളം ചെറുതായിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും അത്രത്തോളം ചെറുതായിട്ട് തന്നെ ഇതെല്ലാം കട്ട് ചെയ്തെടുത്തേക്കണം. അതുപോലെ തന്നെ ശർക്കരയിൽ 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കി അരിച്ച് ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പുളി നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. പുളിവെള്ളം നമ്മൾ പിഴിഞ്ഞെടുക്കാൻ നേരത്തെ ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് അതിൻ്റെ ഒരു കൊഴുപ്പുണ്ടല്ലോ, ആ കൊഴുപ്പും കൂടി കിട്ടുന്ന രീതിയിൽ വേണം പിഴിഞ്ഞെടുക്കാനായിട്ട്. ജസ്റ്റ് ആ വെള്ളം മാത്രം പിഴിഞ്ഞെടുത്താൽ പോരാ കേട്ടോ. കൈവച്ചിട്ട് നന്നായിട്ട് ഞെരടി അതിൻ്റെ കൊഴുപ്പും കൂടി കിട്ടുന്ന രീതിയിൽ പിഴിഞ്ഞെടുത്ത് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ ചൂടുവെള്ളം ഒഴിക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ അത് പിഴിഞ്ഞെടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്കൊരു ചീനച്ചട്ടി ചൂടാവാനായിട്ട് വയ്ക്കാം. നമുക്കിതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ അധികം താല്പര്യമില്ലാത്തവർക്ക് അതനുസരിച്ചിട്ട് എണ്ണയുടെ അളവ് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം കേട്ടോ. ഒരു 3 ടേബിൾ സ്പൂണൊക്കെ ഒഴിച്ചു കൊടുത്താലും മതിയാവും. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഇഞ്ചിയും വെളുത്തുള്ളി എത്രത്തോളം ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നോ അത്രയും ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിച്ചേക്കണേ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി നല്ലൊരു ഗോൾഡൻ കളറിൽ വരുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളിത് ഫ്രൈ ചെയ്യാൻ നേരത്ത് തീ കൂട്ടിയിട്ട് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കരിഞ്ഞു പോകാതെ ശ്രദ്ധിച്ചാൽ മതി. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വെളുത്തുള്ളി എടുക്കാൻ താല്പര്യമില്ലാത്തവർക്ക് വേണമെങ്കിൽ ഒരു 6-7 ചെറിയ ഉള്ളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് ഇട്ടാലും മതിയാവും കേട്ടോ വെളുത്തുള്ളിക്ക് പകരമായിട്ട്. അതല്ല നിങ്ങൾക്ക് വെളുത്തുള്ളിയും ചെറിയുള്ളി ഇടാൻ താല്പര്യമില്ലെങ്കിൽ ഇഞ്ചി മാത്രം ഫ്രൈ ചെയ്തെടുത്താലും മതി. അപ്പോൾ നമ്മുടെ ഈ ഇഞ്ചിയും വെളുത്തുള്ളി നല്ല ഗോൾഡൻ കളറിൽ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇലയും നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 6 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി 1 മിനിറ്റ് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ പച്ചമുളക് നന്നായിട്ട് ഒന്ന് മൂത്ത് വരും. ആ ഒരു കറിവേപ്പിൻ്റെ ഇലയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടും. അപ്പോൾ ഇതാ 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പുളിവെള്ളമാണ്. നമ്മൾ നേരത്തെ വലിയ സൈസിലുള്ള ഒരു ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള പുളി 1 കപ്പ് ചൂടുവെള്ളത്തിലാണ് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. കൈ വെച്ചിട്ട് നന്നായിട്ട് ഞെരടി അതിൻ്റെ കൊഴുപ്പ് വരെ കിട്ടുന്ന രീതിയിൽ പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. മൊത്തത്തിലൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് അതിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തേക്കണേ. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കണം. 1/4 ടീസ്പൂണിനേക്കാളും പകുതി നമുക്കിതിലേക്ക് ഉലുവ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്തൊക്കെ തീ കൂട്ടിയിടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. തീരെ അങ്ങ് വറ്റിപ്പോവരുതേ. നന്നായിട്ടൊന്ന് ഇളക്കി മൊത്തത്തിലൊന്ന് തിളച്ച് ഒന്ന് കുറുകി വരുമ്പം നമുക്കിതിലേക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കണം. നമ്മളിവിടെ 2 അച്ച് ശർക്കര 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ച് അതൊന്ന് അലിഞ്ഞ് വന്നപ്പം അരിച്ച് എടുത്തിട്ടുള്ളതാണ് കേട്ടോ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നല്ല മധുരമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ 3 അച്ച് ശർക്കര എടുക്കാം. പക്ഷെ ഇത് മുഴുവനായിട്ട് അപ്പോഴേ തന്നെ ഒഴിക്കരുത്. ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം മധുരം നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ബാക്കി ഒഴിക്കാനായിട്ട് ശ്രദ്ധിച്ചേക്കണേ. അപ്പോൾ ഞാനിവിടെ 2 അച്ച് ശർക്കര എടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം.
നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ആദ്യം ചേർത്തിട്ടുണ്ട്, പിന്നീട് കുറച്ചും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നോക്കിയിട്ട് ചേർത്ത് കൊടുത്തേക്കണം. ശർക്കര നമ്മൾ ഉരുക്കിയെടുക്കാൻ നേരത്തിട്ട് ശർക്കര ഒന്ന് പൊടിച്ചിടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതങ്ങ് ഉരുക്കി കിട്ടും, അല്ലെങ്കിൽ പെട്ടെന്ന് ആ വെള്ളം വറ്റിപ്പോവാണ്ട് തന്നെ നമുക്ക് ഉരുക്കിയെടുക്കാനായിട്ട് പറ്റുമേ. അപ്പോൾ ഒന്ന് പൊടിച്ചിട്ടിട്ട് വേണം ഉരുക്കിയെടുക്കാനായിട്ട്. അപ്പോൾ മൊത്തത്തിലൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം തീ കൂട്ടി തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നത് ഇതുവരെ. ഇതിന് ശേഷം നമുക്കൊരു ലോ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കണം. പിന്നീട് നമുക്ക് എത്രത്തോളം ഗ്രേവി അങ്ങ് കുറുകി വരണം ആ ഒരു പരുവത്തിലേക്ക് ആയി വരുന്നത് വരെ തീ ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിനെ വറ്റിച്ചെടുക്കാം. ഇത് കുറുക്കിയെടുക്കാൻ നേരത്തെ നമ്മൾ തീ കൂട്ടിയിടരുത് കേട്ടോ. ഒരു ലോ മീഡിയത്തിൽ തന്നെ ഇട്ട് കൊടുത്തിട്ട് വേണം അത് ഇതുപോലെ കുറുക്കി വറ്റിച്ചെടുക്കാനായിട്ട്. അപ്പോൾ അത് ഇരുന്ന് ഒന്നും കൂടി ഒന്ന് തിക്കായി വരുന്ന ഒരു കറിയാണ്, അത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ നമുക്ക് എത്രത്തോളം തിക്ക് വേണം അതനുസരിച്ചിട്ട് ഇച്ചിരി ഗ്രേവി നിർത്തിയിട്ട് വേണം ഇത് നമ്മൾ തീ ഓഫാക്കി ഇടാനായിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇച്ചിരി ഒന്ന് ലൂസായിട്ടുള്ള ഒരു പരുവത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പരുവത്തിൽ തീ ഓഫാക്കിയിടാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ല കട്ടിയായിട്ടുള്ളൊരു പരുവാണ് വേണ്ടതെങ്കിൽ കുറച്ചും കൂടി വെള്ളം വറ്റിച്ച ശേഷം മാത്രം വേണം തീ ഓഫാക്കി ഇടാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് താളിച്ചിടണം. താളിക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു നുള്ളു ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവയുടെ അളവൊന്നും കൂടിപ്പോവരുത്, ഒരു നുള്ളു ഉലുവ ചേർത്താൽ മതി. അപ്പോൾ കടുകൊക്കെ പൊട്ടി ഉലുവയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 3 വറ്റൽമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോൾ ഒരു 2 കറിവേപ്പിനെല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് തീ അങ്ങ് ഓഫാക്കി ഇടാം. ഇത് നമുക്ക് നമ്മുടെ പുളിയിഞ്ചിയിലേക്ക് ഇതങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്കാണ് താളിച്ചത് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഈ താളിപ്പ് അവസാനം ചെയ്യാണ്ട് നമ്മൾ ആദ്യം ഇഞ്ചി ഫ്രൈ ചെയ്യില്ലേ, അതിന് മുന്നേ കടുകും വറ്റൽമുളകൊക്കെ പൊട്ടിച്ചിട്ട് ചെയ്യണമെങ്കിൽ നേരിട്ട് അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇതാകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റാണ്. ജസ്റ്റ് താളിപ്പ് ഇട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ട് അടച്ചു വയ്ക്കുകയാണ്. കുറച്ച് സമയം ഇങ്ങനെ ഇരിക്കുമ്പോൾ അതൊന്നും കൂടി ഒന്ന് കുറുകി വരും. അതിനുശേഷം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനൊന്ന് തുറന്ന് കാണിക്കുകയാണ്. കണ്ടല്ലോ, നമ്മുടെ അടിപൊളിയായിട്ടുള്ള പുളിയിഞ്ചി അല്ലെങ്കിൽ ഇഞ്ചമ്പുളി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇഞ്ചിക്കറി എന്ന് പറയുന്നത് ഇതല്ല കേട്ടോ. നമുക്കറിയാമല്ലോ ഇഞ്ചിക്കറിയുടെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഇഞ്ചിയുടെ ഒരു ഫ്ലേവർ ഇച്ചിരി മുന്നോട്ട് നിൽക്കും. ഇത് പുളിയിഞ്ചി അല്ലെങ്കിൽ ഇഞ്ചമ്പുളി എന്ന് പറയുന്നതാണ്. അപ്പോൾ അത് എല്ലാവരും ഒരേപോലെ വിചാരിക്കുന്നതെങ്കിലും ഇതിന് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ടേസ്റ്റ് പുളിയും അതുപോലെ തന്നെ മധുരമാണ് കുറച്ച് മുന്നോട്ട് നിൽക്കേണ്ടത് കേട്ടോ. ഇഞ്ചിയുടെ ഫ്ലേവറുണ്ട് എങ്കിലും പുളിയും മധുരമാണ് കുറച്ച് മുന്നോട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഒരു ലൈക്കും കൂടി തന്നേക്കണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് നമ്മുടെ ചാനലിലൊന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. ഓക്കെ, അടുത്ത ദിവസം വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വേഗം തന്നെ കാണാം കേട്ടോ. താങ്ക് യു. എല്ലാം കൂടി കുക്കറിലിട്ട് ഒറ്റ വിസിലിൽ വളരെ വേഗത്തിൽ രുചികരമായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു അവിയലിൻ്റെയും സാമ്പാറിൻ്റെയും റെസിപ്പി ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണണേ.